ഹിറ്റ്ലറിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹിറ്റ്ലറിന് ജൂതന്മാരെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹിറ്റ്ലറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചിത്രകാരനാകണം എന്നായിരുന്നു. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല. അച്ഛനെ ഈ കുട്ടി ചിത്രം വരച്ചിട്ട് കണ്ടാലൊക്കെ അത് കീറിക്കളയുകയൊക്കെ ചെയ്യും. ഈ കുട്ടിക്ക് രാത്രിയെ ഭയങ്കര പേടിയായിരുന്നു. അപ്പം അച്ഛൻ എന്ത് ചെയ്യും? രാത്രിയിൽ ഇരുട്ടത്തി ഇവൻ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വാതിലടച്ച് കിടന്നുറങ്ങും. അച്ഛനോടുള്ള ദേഷ്യമാണ് ജൂതന്മാരോട് മുഴുവനുള്ള ദേഷ്യമായിട്ട് ഇങ്ങനെ വളർന്നത്. ഭ്രാന്തിയായ ഒരു അമ്മായി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ഈ അമ്മായി ഈ കുട്ടിയെ വല്ലാതെ ഉപദ്രവിക്കും. ഒരു ദിവസം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് വിളക്ക് തട്ടിമറിച്ച് അതാകെ ആളിക്കത്തി ഇവന്റെ മുടിയൊക്കെ കത്തിപ്പോയി. ഭ്രാന്തിയായ അമ്മായിയോടുള്ള ദേഷ്യവും ജൂതനായ അച്ഛനോടുള്ള പകയും ആ കുട്ടിയുടെ മനസ്സിൽ കെടാതെ നിന്നു. അവന് ജർമ്മനിയുടെ അധികാരം കയ്യിൽ കിട്ടിയ ആദ്യം ചെയ്തത് അച്ഛൻ്റെ കുഴിമാടം അടിച്ചു നിരത്തി. രണ്ടാമതായി അവൻ ചെയ്തത് ഭ്രാന്ത് എന്ന് മാത്രമല്ല, വൈകല്യമുള്ള ഒരു മനുഷ്യനും എൻ്റെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. സംസാരിക്കാൻ പ്രയാസമുള്ള ആളുകളെ വരെ നാട്ടിൽ നിന്ന് നാടുകടത്തി. ജൂതന്മാരോടുള്ള പക ലക്ഷക്കണക്കിന് ജൂതന്മാരെ ചുട്ടുകൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അതിനൊരു പേരുണ്ടായിരുന്നു. ആ പേര് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നായിരുന്നു. ആ ക്യാമ്പിലേക്ക് മുഴുവൻ ആളുകളെയും ജൂതന്മാരെയും കൊണ്ടുവന്ന് അവിടെയാണ് ഗ്യാസ് ചേമ്പറിലിട്ടിട്ട് കൊന്നുകളഞ്ഞത്. അവിടെ ചില അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഡോക്ടർമാരെ വിളിക്കും. എപ്പോഴൊക്കെയാണോ അങ്ങോട്ട് ഡോക്ടർമാർ വന്നിട്ടുള്ളത് അപ്പോഴൊക്കെയും ആ ഡോക്ടർമാരുടെ കൂടെ വന്നത് ഒരേ പെൺകുട്ടിയാണ്, നഴ്സായിട്ട്. മിടുക്കിയായൊരു പെൺകുട്ടി. അവൾ എപ്പോഴൊക്കെയാണോ ഡോക്ടർമാർ വന്നിട്ടുള്ളത് അപ്പോഴൊക്കെയും അവളാണ് കൂടെ ഉണ്ടാവുക. കുറെ കാലം കഴിഞ്ഞാണ് ലോകം ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത്. അവൾ അങ്ങനെ വന്നു പോകുന്ന ഓരോ തവണയും അവൾ ആ ക്യാമ്പിൽ നിന്ന് ജൂത കുഞ്ഞുങ്ങളെ പുറത്തേക്ക് രക്ഷിച്ചു കൊണ്ടുപോകും. അങ്ങനെ രക്ഷിച്ച് അവൾ ജീവിതത്തിന്റെ ആകാശത്തിലേക്ക് തുറന്നുവിട്ടത് എത്ര കുഞ്ഞുങ്ങളെയാണ് എന്നറിയോ? 2600 കുട്ടികളെ. അപ്പൊ അവളോട് 2008 മെയ് 12 അവൾ മരിച്ചു പോകുന്നത്. 100 വയസ്സായിരുന്നു അപ്പോഴേക്ക്. അവരായിട്ടൊരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് കാവൽക്കാരൊന്നും അറിയാതെ കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്? അപ്പൊ അവള് പറയുന്നുണ്ട്, ഞാൻ ചെറിയ ഉറക്ക ഗുളിക കൊണ്ടുവരും, എന്നിട്ട് അത് കൊടുക്കും. അപ്പൊ കുട്ടികൾ ഉറങ്ങിക്കളയും. അപ്പൊ അവർ കരയൂല. അപ്പൊ മെല്ലെ രക്ഷിക്കും. ചില സമയത്ത് വീട്ടിൽ നിന്ന് ഞാൻ നായയും കൊണ്ടുപോകും. എന്നിട്ട് ആംബുലൻസിൽ നിന്ന് നായയെ ഉറക്കെ കുരപ്പിക്കും. ആ കുര കേൾക്കുന്നതിനിടയിൽ കുട്ടികളുടെ കരച്ചിൽ കേൾക്കൂല. അങ്ങനെയൊക്കെ കുട്ടികളെ രക്ഷിച്ചു. ആ പത്രക്കാരൻ്റെ അടുത്ത ചോദ്യമാണ്, എവിടുന്ന് കിട്ടി അതിനുള്ള ധൈര്യം? 30 ലക്ഷം മനുഷ്യന്മാരെ കൊന്ന ആളുകൾക്ക് ഒരു നഴ്സിനെ കൊല്ലുക എന്ന് പറയുന്നത് ഉറുമ്പിനെ കൊല്ലുന്നത് പോലെ നിസ്സാരമാണ്. എന്നിട്ടും എങ്ങനെ ഇത്രയധികം കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത് എന്ന ചോദ്യത്തിന് ആ പെൺകുട്ടി പറഞ്ഞൊരു മറുപടിയുണ്ട്. അവൾ പറഞ്ഞു, ആ ധൈര്യം എനിക്ക് തന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛനൊരു ഡോക്ടറായിരുന്നു. നാട്ടിൽ വലിയൊരു പകർച്ചപ്പനി ഉണ്ടായി, നിപ്പ പോലെ ഒരു പനിയുണ്ടായി. അവിടെയുള്ള ഡോക്ടർമാരെ മുഴുവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കാരണം രോഗികളെ ചികിത്സിക്കേണ്ടി വരും, അത് അവർക്കും പിടിവിടും. അത് പേടിച്ചിട്ട് എല്ലാ ഡോക്ടർമാരും അവിടെ നിന്ന് രാജ്യം വിട്ട്. ഇയാൾ മാത്രം ഇങ്ങോട്ടും പോയില്ല. ഓരോ വീടുകളിലും ചെന്ന് രോഗികളെ ശുശ്രൂഷിക്കുകയും ഒരുപാട് ആളുകളെ രോഗത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തെങ്കിലും ഈ നല്ല മനുഷ്യനെ പനി പിടികൂടി. അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. മരിക്കുന്നതിൻ്റെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മകളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. എൻ്റെ മോളോട് ഒരൊറ്റ കാര്യം പറഞ്ഞു, മോളെ അച്ഛൻ പോവുകയാണ്. പക്ഷെ മോളുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കുവാൻ അച്ഛൻ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. അതെന്താണെന്നറിയാം മോളെ? ഒരു മനുഷ്യന് ഇങ്ങനെ മുങ്ങി മരിക്കുന്നത് കണ്ടാൽ നിനക്ക് നീന്തലറിയോ ഇല്ലേ എന്ന് നീ നോക്കരുത്. അയാളെ രക്ഷിക്കാൻ നീ എടുത്തു ചാടുക തന്നെ വേണം.